എല്ലാവർക്കും അൺനോൺ ഡെസ്റ്റിനേഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കൽഗയിലാണ്. നമ്മളിപ്പോൾ കൽഗയിൽ പുള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സ്നോഫോളിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ഐസായിട്ടാണ് അവിടെ കിടക്കുന്നത്. സ്നോ ഒന്നുമല്ല, ഐസായി അല്ല. നമുക്ക് ഇനി കൽഗയിലെ പുൽഗയിലെ വിശേഷങ്ങൾ കാണാം വീഡിയോ കൂടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ രാത്രി ഒരു അടിപൊളി ട്രക്കിങ് കഴിഞ്ഞ് എന്ന് വെച്ചാൽ കൽഗയിലേക്ക് കയറാൻ ആദ്യം വണ്ടി കൊണ്ട് ഡാമിൻ്റെ അവിടെ സൈഡിൽ ഒതുക്കി പാർക്കിങ്ങിലിട്ട് ദെൻ നമ്മൾ വണ്ടി സ്റ്റെപ്പിൻ്റെ സൈഡിലിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി ദെൻ അടിപൊളി ട്രക്കിങ് എന്ന് വെച്ചാൽ പാറയൊക്കെ പിടിച്ച് കയറി വന്ന് ഞങ്ങളന്ന് സ്റ്റിക്ക് വാടകയ്ക്ക് എടുത്തായിരുന്നു. ഏതാണ്ട് സ്റ്റിക്കിന് ഏതാണ്ട് 50 രൂപയും ബൂട്ടിനും കൂടി 100 രൂപ, രണ്ടും കൂടി പെയറിന് 100 രൂപയാണ് അവർ വാങ്ങിച്ചത്. അതിൻ്റെ അത് കൽഗയുടെ തൊട്ട് താഴെ തന്നെ ഡാമിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓഫർ ജിപ്സി ഗസ്റ്റ് ഹൗസിലായിരുന്നു. അപ്പോൾ ജിപ്സി ഗസ്റ്റ് ഹൗസിൽ ചെന്നു. അവിടെ തന്നെയാണ് പെർ ഹെഡ് 300 രൂപ എന്താണ്. ഞങ്ങൾ ഫുഡ് എടുത്തില്ല, ഞങ്ങൾ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള കാരണം ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ ചെന്നു. അപ്പോൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ പുൽഗയിലേക്ക് ഇറങ്ങണം. പുൽഗയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരം പുൽഗ ഒരു മാക്സിമം ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് നടന്ന ആപ്പിൾ തോട്ടമാണ് ഈ സൈഡിൽ കൂടെയൊക്കെ കാണുന്നത്. ആപ്പിൾ തോട്ടത്തിൽ കൂടെ നടന്ന് ആപ്പിളൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. സീസൺ സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് മരം ഉണങ്ങി, ഇലയൊക്കെ പൊഴിച്ച് മരം ഉണങ്ങിയാണ് നിൽക്കുന്നത്. സൈഡിൽ കൂടെ ജസ്റ്റ് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഐസായിട്ട് മഞ്ഞാടി ഐസായിട്ട് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ട് സൈഡിൽ കൂടെ. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ വഴിയാണെങ്കിൽ നമുക്ക് കുറേ ട്രക്ക് ചെയ്യാമല്ലോ എന്ന് ഓർക്കും. പിന്നെ നമ്മൾ കുറച്ചങ്ങ് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പിളകണ രീതിയിൽ ട്രക്കിങ് വരും. കുറേ അവിടെ കുറേ ഗൈഡുമാരുണ്ട്, മലയാളികൾ തന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വരുന്നതോ അങ്ങനെ വഴക്കിട്ട് ഇറങ്ങി പോന്നവരൊക്കെ ഈ പുൽഗയിലൊക്കെയാണ്. എന്ന് വെച്ചാൽ അവിടെ ട്രക്കിങ്ങിന് ഗൈഡ്സായിട്ട് നിൽക്കും. അതുകൊണ്ട് അവർക്ക് കിട്ടണ ചില്ലറയും കൊണ്ട് അവർ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കും. അങ്ങനെയാണ് ഒരു 25-26 വയസ്സുള്ള ഒരു കുറേ പേരുണ്ട് അവിടെ. കാരണം അവർക്കൊന്നും പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനും താല്പര്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആളെ കിട്ടി, മലയാളി തന്നെ. പുള്ളി നമുക്ക് എല്ലാം പറഞ്ഞു തന്നു. പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ തൊട്ടടുത്താണെന്ന് പറഞ്ഞത്. പുള്ളി കിലോമീറ്ററൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. ദെൻ ഞങ്ങൾ ചുമ്മാ നടന്ന് വഴിയൊന്നും അറിയാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോഴിക്കോടുള്ളൊരു ചേട്ടനെ കിട്ടി. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഡ്രോണും, പുള്ളിക്കാരനൊരു മറീൻ എഞ്ചിനീയറാണ്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ ഡ്രോണും ക്യാമറ ആക്സറി ഞങ്ങളെക്കാളും കൂടുതൽ ഗോപ്രോ ഡ്രോണ് പുള്ളി എല്ലാം ഞങ്ങളുടെ കയ്യിലുള്ള സെയിം. ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു, ഗോപ്രോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഡ്രോണൊക്കെ ഉണ്ട്. പുള്ളി അപ്പോൾ ഡ്രോൺ ഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട വന്ന സമയപരിധി കാരണം ഡ്രോൺ ഷോട്ട് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് 2 പാർട്ടാണ് ചെയ്യുന്നത്. പുൽഗ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ട്രക്കിങ്. പിന്നെ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് കുറേ മണ്ടത്തരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് പുൽഗ തോഷ് ഖീർഗംഗ ഒക്കെ കയറി തീർക്കാമെന്ന് പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സൊന്നും മണ്ടത്തരം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശുദ്ധ മണ്ടത്തരാണത്. കാരണം പുൽഗ കയറി തീരണമെങ്കിൽ തന്നെ ഒരു 6 മണിക്കൂർ ട്രക്കിങ് കയറി ഇറങ്ങണേന്. പിന്നെ ജസ്റ്റ് പുൽഗയിൽ പോയിട്ട് നമുക്ക് പൈൻ ഫോറസ്റ്റിലൊക്കെ ജസ്റ്റ് ഇരുന്നാൽ നമുക്കൊരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പോണേ. അപ്പോൾ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു 12 hour ഉറപ്പായിട്ടും വേണം. പിന്നെ ഈ വ്ളോഗർമാർ വന്ന് ഓരോരോ മണ്ടത്തരങ്ങളിട്ട് അതും കേട്ട് അത് നമ്മളെപ്പോലുള്ളവർ കണ്ടുവരും. നമ്മളെപ്പോലുള്ളവർ ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പുൽഗ തോഷ് കീർഗംഗ തന്നെ 4 മണിക്കൂർ വൺ സൈഡ് ട്രക്കിംഗ് ആണ് തന്നെ. അത് വെച്ചാൽ 4 മണിക്കൂർ കീർഗംഗ വരെയും പിന്നെ അവിടെ നിന്ന് റിട്ടേൺ 4 മണിക്കൂർ നമ്മുടെ സ്പോട്ട് വരെ, നമ്മുടെ ജിപ്സി ഗസ്റ്റ് ഹൗസ് വരെ. അപ്പം നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്ത് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ
നമുക്ക് മനസ്സിലായി സ്ഥലം ഇവിടെയൊന്നുമല്ല, ഒത്തിരി ഉണ്ടെന്ന്. അപ്പം നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു. നമുക്കൊരു കാരണം കാര്യം പറഞ്ഞാൽ തലേന്ന് രാത്രി ട്രക്ക് ഞങ്ങൾ ശരിക്കും ടയേർഡ്, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇത്രയും ട്രക്കിംഗ് ഉണ്ട് കൽഗെ കയറാനെന്ന്. അപ്പം ഞാൻ കുറച്ച് ലഗേജ് എടുത്തോളൂ എന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഐറ്റംസ് മാത്രം ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ അവരുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ അവർ കയറി വന്ന് വലിയ പാടുപെട്ടാണ് കയറി വന്നത്.
ഉണ്ടായിരുന്നേ ആ ചേട്ടൻ പുള്ളിക്കാരൻ ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിച്ചു. ഡ്രോൺ ഫ്ലൈ ചെയ്യിച്ചപ്പോൾ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ കൂടി കണ്ടു. കുട്ടികൾക്ക് പറപ്പിക്കാൻ കൊടുക്കാനൊക്കെ പറഞ്ഞു. ആ ചേട്ടന് കൊടുക്കണേ കണ്ടു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡ്രോൺ DJ മാവിക് മിനിയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇപ്പോൾ പുതിയ അപ്ഡേഷനോട് കൂടി 100 മീറ്ററാണ് പൊക്കാൻ പോകുന്നത്. ഏതാണ്ട് 300 മീറ്റർ പൊങ്ങണ ഡ്രോൺ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പുതിയ റൂള് കാരണം 100 മീറ്ററാണ് പൊക്കാൻ പോകും. നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ കയ്യിലിരിക്കണ തന്നെയാണ് DJ മാവിക് മിനി. അപ്പോൾ അതിൽ വിഷ്വല് ഉണ്ടായിരുന്നു നമ്മുടെ, പക്ഷേ നമുക്ക് കിട്ടിയില്ല. ചേട്ടന് ഡ്യൂട്ടി തുടങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ അയച്ചു തരാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് ഷിംലയിലാണെങ്കിലും ജസ്റ്റ് റോഡ് സൈഡിൽ മറ്റേ പോലീസും ആർമിയും കൂടി ചേർത്തിട്ടാണ് ഐസാണ് കിട്ടിയത്. കണ്ടു. പിന്നെ ഐസല്ല, സ്നോഫോളാണ് കണ്ടത്. സ്നോഫോൾ ചെയ്ത് കിടക്കണത്. പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നപ്പോഴും സ്നോഫോൾ ചെയ്ത് കിടക്കണമെന്ന് മാത്രമാണ് നമുക്ക് കിട്ടിയത്. സ്നോഫോളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സ്നോഫോൾ ചെയ്ത് കിടക്കണോടത്ത് നമ്മൾ ജസ്റ്റ് പോയി ചുമ്മാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് സ്നോ കാണുമ്പോൾ മലയാളികൾ എന്താ ചെയ്യണത് അങ്ങനെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രക്കിങ് തുടങ്ങി. പിന്നെ താഴത്തേക്ക് നമ്മളിപ്പോൾ കൽഗേന്ന് പുൽഗയിലേക്ക് പോണ റൂട്ടിലാണ്. ഒരുമാതിരി ഗ്രാമത്തിലെ പാടത്തേക്കൂടെ നടക്കേണ്ട അവസ്ഥ. നമ്മളൊരു പാടം പോലെയുള്ള സ്ഥലത്തൂടെ ഡയറക്റ്റ് നടക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ചെളി പൂണ്ട് പോകില്ലെങ്കിലും നമുക്ക് തോന്നും പൂണ്ട് പോകുന്നതായത്തേക്ക് അങ്ങനെ തോന്നുന്നൊരു പ്ലേസ്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം കറക്റ്റ് തോഷ് മഞ്ഞിൽ മൂടി കിടക്കുന്ന തോഷ് ഗ്രാമം നമുക്ക് കാണാം. എന്നാൽ പുൽഗ കാണാൻ പറ്റില്ല, കാരണം പുൽഗ ഒരു മലയുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ആ മല വന്ന് മൂടിയാണ് നമുക്ക് പുൽഗ കാണാൻ പറ്റില്ല, പക്ഷേ തോഷ് കാണാം. നമ്മളിപ്പോൾ കൽഗയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കൽഗയിൽ ഇറങ്ങണയാണ്. കാരണം കൽഗയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മറ്റേ പുൽഗയിലേക്ക് പോവുകയാണ്. ഇവിടെ പിന്നെ വേറെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കീർഗംഗ ഉണ്ട്. കീർഗംഗ ഭയങ്കര സ്പോട്ടാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് സമയപരിധി കാരണം ഞങ്ങൾ പോയില്ല കീർഗംഗയിൽ. ഞങ്ങൾ തോഷ് ജസ്റ്റ് പോയി കണ്ടു. പക്ഷേ തോഷിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. തോഷി ചെന്നപ്പോഴത്തേക്കും ക്യാമറ ഡൗൺ ആയിപ്പോയി. തോഷ് കൽഗ പുൽഗ എന്ന് വെച്ചാൽ ഒറ്റ നൈറ്റും കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഇന്ന് രാത്രി ചെന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങി ട്രക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇത്രയും ഇത് ലോങ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ ബാറ്ററിയും പവർ ബാങ്കൊക്കെ ആയിട്ട് പോയാൽ. ഇത് ഫുള്ള് ആപ്പിൾ വാലി, ആപ്പിൾ തോട്ടങ്ങളാണ്. സൈഡിൽ നിൽക്കുന്നതൊക്കെ എല്ലാം ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ മരം നമ്മൾ ജസ്റ്റ് ഉണങ്ങി, സീസണില്ലാത്തതുകൊണ്ട് ഉണങ്ങി നിൽക്കുകയാണ്. ഓൺ ദ വേ പുളിക്കാണ്. നമ്മളിപ്പോൾ പോന്നിട്ട് നമ്മൾ 24-ാം തീയതി നൈറ്റ് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ 11-ാം തീയതി ആയി. 11-ാം തീയതിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. നമുക്ക് ഷിംല കയറി. ഷിംലയിൽ നമ്മളൊരു സ്റ്റേ അടിച്ചു. പിന്നെ ഇന്നലെ കൽഗയിൽ ഒന്നാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി സൗണ്ട്, പീസ്ഫുൾ സൗണ്ട്. കാറ്റിന്റെ ഒരു വൈബില് തന്നെയാണത്.
ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിളിന്റെ ഔട്ട് ഓഫ് സീസൺ ആയി പോയി നമ്മൾ വന്നപ്പോ. ഔട്ട് ഓഫ് സീസൺ. ആ സെപ്റ്റംബർ ടൈമിൽ ഇതിന്റെ അകത്ത് കയറ്റുമല്ലോ നമ്മളെ. ആപ്പിൾ സീസൺ ആയാ. ആ ഫോട്ടോസ് എടുക്കാം. അല്ല 1-2 പറിക്കണോണ്ട് അവരൊന്നും പറയില്ലായിരിക്കും. ഇന്നലെ രാത്രി -4 വരെ ആയിരുന്നു കൽഗയില്. നമുക്കപ്പോൾ ഒരു ദിവസമുള്ളൂ കൽഗയില്. അടുത്തടുത്തേക്ക് പോവാ, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാ. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. ഫുഡിന് മാത്രം എക്സ്പെൻസ്, റൂമിന് വലിയ എക്സ്പെൻസ് ഇല്ല. പെർ ഹെഡ് 300 അങ്ങനെയൊക്കെ വരുള്ളൂ. പിന്നെ മലയാളികളായതുകൊണ്ട് മലയാളികൾക്ക് പ്രത്യേക റേറ്റാണ്. നമുക്ക് റേറ്റ് ഇച്ചിരി കുറവാണ് ബാക്കിയുള്ളവരെക്കാളും. മലയാളികൾ നടത്തുന്ന ഹോട്ടലാണ്, പക്ഷേ അവരുടെ ഹോട്ടൽ നമുക്ക് കൂടുതലാണ്. മറ്റൊരു പുറം സ്റ്റേറ്റുകാർ നടത്തുന്ന ഹോട്ടലിൽ നമുക്ക് കൂടുതലുമാണ്. തുരിശടിച്ചിട്ടേക്ക് വന്നോണേ ആപ്പിൾ മരത്തിലൊക്കെ. किरगंगा उधर से कलगा है. कलगा को എന്നാ വ്യൂ ആ നോക്കി.